കാത്തിരിപ്പിൻ്റെ ഡയറിയുടെ 16-ാം ദിവസം 31/5/2024 വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് നേരം ഉറങ്ങണം എന്ന് വിചാരിച്ചാണ് തലേ ദിവസം ഒരു ഫിലിമെല്ലാം കണ്ട് ലൈറ്റായി ഉറങ്ങിയത്. പക്ഷേ 5 മണിക്ക് തന്നെ എണീറ്റു. പിന്നെ അങ്ങനെ കിടന്നു. കുറച്ച് നേരം ഫോണെല്ലാം നോക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റൂമിലെത്തി. എന്നിട്ട് അവൻ ഇരുന്നിങ്ങനെ ആലോചിച്ചു. ഇന്നലെ എന്നോട് സാറ പറഞ്ഞിരുന്നു, വീട്ടിലൊന്ന് വിളിക്ക്, ഫാമിലിയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുക, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ പറ എന്നൊക്കെ പറഞ്ഞിരുന്നു സാറ. എന്തായാലും അവൾ പറഞ്ഞതുപോലെ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വീട്ടിലൊക്കെ വിളിച്ചു കുറച്ച് നേരം സംസാരിച്ചു. അവൾ പറഞ്ഞതുപോലെ എല്ലാം അവൻ അതേപോലെ പറഞ്ഞു. അവർ ഓക്കെ പറഞ്ഞു. പ്രശ്നക്കാരായ 2 കൂട്ടരോടും കാര്യങ്ങൾ മാറി മാറി സംസാരിച്ചു. നല്ല രീതിയിൽ സംസാരിച്ചു. അവർ കുറേയൊക്കെ കാര്യത്തിന് ഓക്കെ പറഞ്ഞു, കുറേയൊക്കെ നിങ്ങൾ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. എന്നോട് സാറ പറഞ്ഞു, നീ ഒരിക്കലും പെട്ടെന്ന് ഒരു തീരുമാനങ്ങൾ എടുത്ത് ചാടരുത്, തീരുമാനങ്ങൾ എടുക്കരുത്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ നിൻ്റെ എല്ലാം വിഡ്ഢിത്തരങ്ങളായി മാറും. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ് എന്ന് ഇന്നലെ അവനോട് സാറ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കുറേ കാര്യങ്ങൾക്കൊക്കെ ഓക്കെ പറഞ്ഞു, കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കട്ടെ എന്നെല്ലാം പറഞ്ഞു. ആ ഫോൺ കട്ട് ചെയ്തു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സാറയെപ്പോലെ ഒരാൾ വേണം ശരിക്കും. അതിപ്പോൾ ഹസ്ബൻഡായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ നല്ല ഫ്രണ്ടായിരിക്കാം, നല്ല ബെസ്റ്റ് ചങ്കായിരിക്കാം. ഏതുമാവട്ടെ, ഏത് റിലേഷൻഷിപ്പും ആവട്ടെ, ഇതുപോലൊരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രക്കും ബുദ്ധിമുട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ അത്രക്കും നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പ്രയാസപ്പെടുന്ന സമയത്ത് ഇതുപോലൊരാൾ നമ്മളെ മുന്നിലുണ്ടെങ്കിൽ നമുക്കതൊരു വലിയൊരു ഹെൽപ്ഫുള്ളാണ്. അത് റാസിയുടെ ജീവിതത്തിൽ സാറയാണ്. സാറ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയോ? അത് കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ ഇന്നലെ ആ ഒരു വരവ് സത്യമാണ്. ഇന്നലെ സാറ ആ കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ അവൻ്റെ ലൈഫിൽ തന്നെ വലിയൊരു വിഡ്ഢിത്തരം അവൻ ചെയ്തേനെ. അത് ദൈവം പെട്ടെന്ന് സാറയുടെ ഒരു രൂപത്തിൽ അവിടെ വന്നു. കറക്റ്റ് ടൈമായിരുന്നു അത്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായി അവസാനിച്ചത്. അങ്ങനെ സമയം ഒരു 11 മണി 12 മണി ആയപ്പോൾ അവൻ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് പോയി. പള്ളിയിലിരുന്ന് അവൻ കുറച്ച് നേരം നിന്നിരുന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി, എല്ലാ കാര്യങ്ങളും ശരിയാവാൻ വേണ്ടി. അതുപോലെ തന്നെ സാറയുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് പൂർണ്ണ ശക്തിയോടെ പഴയ പോലെ തിരിച്ചു വരാനും, അതുപോലെ എല്ലാവർക്കും, അവൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി അവൻ ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണമെല്ലാം കഴിച്ച് നേരെ റൂമിലെത്തി. റൂമിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു, ഒരു മൂവി കാണണോ അതോ കിടന്നുറങ്ങണോ? അപ്പോൾ വിചാരിച്ചു, വേണ്ട, ഉറങ്ങണ്ട. ഉറങ്ങിയാൽ പിന്നെ നൈറ്റ് ഉറങ്ങാൻ ഒരുപാട് ലേറ്റാവും.
അപ്പോൾ ഇരുന്നൊരു മൂവി കാണാം. അങ്ങനെ ഒരു മൂവി ഇരുന്ന് കണ്ടു. 5 മണിയായി. പ്രാക്ടീസിന് പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. നല്ല ചൂട്. അവൻ പ്രാക്ടീസിന് പോയില്ല. തിരിച്ചിങ്ങോട്ട് തന്നെ കയറി റൂമിലെത്തി. കുറച്ച് നേരം ഫോണെല്ലാം നോക്കി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ അവൻ സാറയുമായുള്ള ഓരോ നിമിഷങ്ങളും സാറയുടെ വരവും എല്ലാം ഇങ്ങനെ മനസ്സിലാലോചിച്ച് അന്നത്തെ ആ ഒരു ഒഴിവ് ദിവസം അങ്ങനെ കടന്നുപോയി.